ഹായ് ഫ്രണ്ട്സ്, അഴിച്ചുപൊളിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അൺബോക്സിംഗ് ആണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഈ ഒരു സാധനമാണ് TPS എന്ന് പറയും. അതായത് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. കുറേ നാളായി നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ഇത് ഞാൻ banggood.com നിന്ന് മേടിച്ചതാണ്. വില ഏതാണ്ട് 2500 രൂപ അടുത്ത് വരും. ഞാൻ ലിസ്റ്റിംഗ് നോക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ അൺബോക്സിങ്ങിന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഇതിപ്പോൾ ഇവിടെ വരും. ഇൻസ്റ്റാഗ്രാം ID വരുന്ന അഴിച്ചുപണി എന്നുള്ളതാണ്. അതല്ല ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ സത്യാസ് അഴിച്ചുപണി എന്ന് പറഞ്ഞ പേജാണ്. അപ്പോൾ ദയവായി ഒന്ന് ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ടാണെന്ന് ഫോളോ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വന്ന പാക്കേജ്. ഓൾ ജോയ് സപ്ലൈ. ഇത് നമ്മൾ ബാങ്കുഡിൽ നിന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് മേടിച്ച ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം. ഇത് ശരിക്കും വണ്ടികളിലൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. കമ്പനിക്കാരെല്ലാം പിടിപ്പിച്ച് തരാത്തത് അതവരുടെ ഇത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വേണം. അപ്പോൾ നമ്മുടെ i20ക്ക് പുതിയൊരു അഡീഷനാണ്. നമ്മളതൊന്ന് കീറാം. ഓക്കെ, ഇതാണ് സാധനം. ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. അതായത് നമ്മുടെ കാറിൽ ടയറിൽ എന്തോരം കാറ്റുണ്ട്, കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അലാറവും കാര്യങ്ങളൊക്കെ തരും. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടല്ലോ, സോളാർ എനർജി ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്. ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ്. അടിപൊളി. ഒരു നല്ല ഒന്നാന്തരം മാനുവലുണ്ട്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് ഇതൊരു റബ്ബർ പാഡാണെന്നാണ്. ഒട്ടിക്കാനുള്ള പശയുണ്ട്, ഒരു നോബുണ്ട്. പിന്നെ വരുന്നത് ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. അതെ, ഇവിടെ ഭയങ്കര സൗണ്ട്. നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഒരു കാര്യം കൂടെ, യൂട്യൂബിൻ്റെ പോളിസീസും അതേമാതിരത്തെ സ്ട്രാറ്റജീസും ഒക്കെ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ ദയവേത് ഒരു ലൈക്കോ ഒരു കമൻറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ഇട്ടിട്ട് പോവുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. പലരും എൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് കാരണം. ദയവേത് ഒരു ലൈക്കും ഒരു കമൻറ്റും ഇട്ടിട്ട് പോവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, നമ്മുടെ പെട്ടി ഇതാണ്. ഓപ്പറേഷൻ മാനുവൽ. നേരത്തെ പുറത്ത് ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് തന്നെ വന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഓപ്പറേറ്റിംഗ് ഇൻസ്ട്രക്ഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം ഒരു 6 പേജിൻ്റെ സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു ഹോൾഡറുണ്ട്, ഒട്ടിക്കാനുള്ളൊരു അഡ്ഹീസീവ് ഇതുണ്ട്. ഇതാണ് മെയിൻ ഇതിൻ്റെ മോണിറ്റർ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൊക്കത്ത് സോളാർ പാനലുണ്ട്. അപ്പം ഇവിടെ സോളാർ പാനൽ, ഇവിടെ ഡിസ്പ്ലേ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവങ്ങൾ. നമുക്ക് ഓണൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. മിക്കവാറും ചാർജ് ചെയ്യേണ്ടി വരുമായിരിക്കും, ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം. അപ്പോൾ ഇതെങ്ങനെയാണ് ടയർ പ്രഷർ മോണിറ്റർ ചെയ്യണേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. അപ്പം ഇതാണ് അതിനുള്ള ഐറ്റംസ്. ഇത് ഒരു സെറ്റ് ടൂൾ കിറ്റാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ ടയറുമേ. ഇത് RR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയർ റൈറ്റ്. ഇത് നാല് ടയറിലും നമ്മളിത് ഈ കാറ്റടിക്കുന്ന നോസിലുമേ ഈ സാധനം പിടിപ്പിച്ച് വെക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് ബ്ലൂടൂത്ത് വെച്ച് കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ ഓരോന്നിലും ബാറ്ററി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരു ചാർജിങ് കേബിളുണ്ട്, മൈക്രോ USB ചാർജിങ് കേബിളുണ്ട്. ഓക്കെ, 4 ഇത് ഞാൻ പറഞ്ഞു. ഇത്രയൊക്കെയാണ് ഐറ്റംസ് ഉള്ളത്. അപ്പോൾ ഗൈസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷനൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് പൊക്കത്ത് 3 സ്വിച്ച് ഉണ്ട്. ഒന്ന് പവർ ഓൺ സ്വിച്ചാണ്, പിന്നെ ഒരു മെനു സ്വിച്ച് ഉണ്ട്, ഫോർവേഡും ബാക്കും ഉണ്ട്. 3 സ്വിച്ചുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഒരു ഈ പവർ ബട്ടൺ ഒന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ
3 സെക്കൻഡ് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓണാവും. ബാറ്ററി സ്റ്റാറ്റസൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു PSI പ്രഷറും സാധനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് PSI സെറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നോക്കിയിട്ട് ഈ എപ്പിസോഡിൻ്റെ ഫ്രണ്ടിലേക്ക് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഓണും ഓഫും ചെയ്യുന്നത്. പിന്നെ നോക്കിയപ്പോഴത്തേക്കുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടർഫുൾ ടൂൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത്. ഇതിന് രണ്ട് സൈഡിലും 2 വെട്ടുകളുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു വെട്ടുണ്ട്. ഒരു നക്ഷത്രമല്ല, പൂമാരത്തൊരു വെട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഒരു പറക്കം തളികയുടെ ഷേപ്പിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ടയർ പ്രഷർ സെൻസർ. 4 എണ്ണം ഉണ്ട്. ഉണ്ടോ, 4 ടയർ പ്രഷർ സെൻസറുണ്ട്. അപ്പോൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തല കുത്തി പിടിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഈ സാധനം പതുക്കെ വലിച്ചെടുക്കണം. കണ്ടോ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സാധനം കിട്ടും. കണ്ടോ, ഇവിടെ പൂവിൻ്റെ ചിഹ്നം കണ്ടോ, ഈ പൂവിൻ്റെ ചിഹ്നം ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിക്കണം. തിരിച്ച് കുറച്ച് ടൈറ്റാണ്. തിരിച്ചെടുക്കുമ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ടൂള് കൗണ്ടർ ക്ലോക്ക് വൈസ് തിരിക്കണം. തിരിച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ അകത്തൊരു ബാറ്ററിയൊക്കെ ഉണ്ട്. CR1632 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഇതെങ്ങനെയൊന്ന് എടുക്കുക. ഇതിങ്ങനെ ബാറ്ററി തള്ളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററി വരും. അപ്പോൾ ഇതാണ് ബാറ്ററി. ബാറ്ററി വരുന്നത് CR1632 എന്നാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ, CR1632 എന്ന് പറഞ്ഞ ബാറ്ററിയാണ്. ഇതിൻ്റെ അടിയിൽ ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. ഇത് നമ്മൾ തിരിച്ച് ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുക. ഒരു സൈഡിൽ നിന്നേ കയറുള്ളൂ. കയറ്റി വയ്ക്കുക, ലോക്കാവും. അതിന് ശേഷം ഈ അടപ്പ് മര്യാദയ്ക്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 4 സെൻസറിലും 4 ബാറ്ററി ഉണ്ട്. ഇപ്പോൾ അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ ഇത് മാറ്റി ഇടേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ആദ്യമേ തുടങ്ങാം. എവിടെ നിന്നാണ് അഴിച്ചുപണിയാവുക, നമുക്ക് എവിടെ നിന്നാണ് തുടങ്ങണത് അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിന് ശേഷം ഇതാണ് ഞാൻ പറഞ്ഞ നക്ഷത്രത്തിൻ്റെ പാറ്റേൺ. ഇത് നമ്മുടെ ഇത് തിരിച്ച് നമ്മൾ വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്യുക. ഉണ്ടോ, ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതേമാതിരി ഈ സാധനം ഇത് ലോക്കാണ്. ഈ ലോക്കും തിരിച്ച് അതേപടി ഇതിൻ്റെ അകത്തിട്ട് വെച്ചിട്ട് ഇവിടെ ഒരു വെട്ടുണ്ട്. കണ്ടോ, ഈ വെട്ടിലേക്ക് വരുന്ന തരത്തിൽ ഈ ലോക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഊരി പോരാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു. നമ്മൾ ടയറിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് ഊരി പോരാണ്ടിരിക്കാനാണെന്ന് തോന്നുന്നു ഈ സാധനം. അപ്പോൾ ഇത്രയാണ് ഒരു സെൻസർ. അപ്പം 4 സെൻസറും അതേമാതിരി തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ ഫ്രണ്ട് റൈറ്റ് ടയറാണ്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഞാൻ നമ്മുടെ പെട്ടിയൊക്കെ തുറന്ന് വെക്കട്ടെ. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് റൈറ്റ്. ഇതിൻ്റെ അകത്ത് FR എന്ന് പറഞ്ഞ നോബുണ്ട്. ഇത് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ടയറിൻ്റെ നോസിൽ ഊരിയെടുക്കുക. അതിന് ശേഷം ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന നട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. വരുന്നില്ലല്ലോ. ഈ ഒരു നട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുക. പക്ക സ്യൂട്ടഡാണ് നട്ട്. അതിന് ശേഷം നമ്മുടെ ടയർ പ്രഷർ മോണിറ്റർ സിസ്റ്റം അതിൻ്റെ അകത്തേക്ക് ഇടുക. കാറ്റ് കുറച്ച് പോവും. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്ന നട്ട് വെച്ച് റഞ്ച് വെച്ചിട്ട് ഇതൊന്ന് പിടിച്ച് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ആൻറ്റി ക്ലോക്ക് വൈസ് ടൈറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആദ്യം വിരൽ വെച്ചാണ് ടൈറ്റ് ചെയ്യണേ. അതിന് ശേഷം ഒന്ന് ടൈറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ഉണ്ടോ, ടൈറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ വീലിലും പിടിപ്പിക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. പോണ വഴിക്ക് വേണം കാറ്റടിക്കാൻ. അപ്പം ഒരു ഇതുണ്ട്, ഈ 4 സാധനങ്ങളും ഞാൻ ഇതിൽ നിന്ന് ഊരി എന്നിട്ടാണ് കാറ്റടിക്കാൻ പോണത്. കാരണം അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്നിട്ട് ഈ സംഭവം വെച്ച് ഈ സംഭവം വെച്ച് ഊരി അടിക്കാനും പിന്നെ കാലിബ്രേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സമയമെടുക്കും. അപ്പോൾ ഞാനിത് ആദ്യമേ തന്നെ ഊരി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കാറ്റടിക്കാം.
ചേട്ടൻ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ നേരത്തെ പറയണ്ടായിരുന്നു ആ നട്ട് അവിടെ ഇരിക്കണതുകൊണ്ട് കാറ്റടിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ നട്ടും കൂടെ ഊരി എടുക്കേണ്ടി വരും നമ്മൾ ഇനി അഥവാ കാറ്റടിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ. ഗൈസ് 33 അടിച്ചിട്ടുണ്ടേ. ഇത് കാണിച്ചു തരാം. നമ്മുടെ ഡിവൈസിൽ എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനം ഇടാം. ഇത് ഫ്രണ്ട് റൈറ്റ് ആണ്. ഫ്രണ്ട് റൈറ്റ് ഇടാം. മുറുക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ കാറ്റടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ ഡിസ്പ്ലേ ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെയർ ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പെയർ ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എം എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട് കണ്ടോ. എം എന്ന് പറഞ്ഞ സ്വിച്ച് ഒന്ന് ഞെക്കി പിടിച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ വരും. ഇപ്പോൾ വന്നിരിക്കുന്നത് PSI എന്ത് യൂണിറ്റ് വേണം എന്നുള്ളതാണ്. PSI വേണോ ബാർ വേണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ PSI ആയതുകൊണ്ട് നമ്മൾ PSI സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് ലോ എത്രയാണ് കുറഞ്ഞ ടയർ പ്രഷർ എന്നുള്ളത്. അതിപ്പോൾ 26 സെറ്റ് ചെയ്തേക്കണേ. നമുക്ക് അതൊരു 28 ഇടാം, അല്ലെങ്കിൽ 29 ഇടാം. 28 സെറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് ലോ. എത്രയാണ് ഹൈ നമുക്കൊരു 35 36 ഓക്കെ 39 സെറ്റ് ചെയ്യാം. ബാക്കിലത്തെ ലോ എത്രയാണ് 26 പറയണേ. അത് നമുക്ക് 28 സെറ്റ് ചെയ്യാം. ലോ വന്നത് 39 സെറ്റ് ചെയ്യാം. ഈ 75 എന്ന് പറഞ്ഞത് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് മാക്സിമം ടെമ്പറേച്ചറാണ്. എത്ര വരെ കാറിൻ്റെ ടയറിൻ്റെ ടെമ്പറേച്ചർ ആവാമെന്നുള്ളതാണ്. ഇപ്പോൾ 75 സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് ഡിഗ്രി സെൽഷ്യസിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് പെയർ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ HH എന്ന് പിന്നെ ഞെക്കി കഴിയുമ്പോൾ HH എന്ന് വരും. ഈ HH വരുമ്പോഴത്തേക്കും നമ്മൾ ഈ ആരോ ഞെക്കി കൊടുക്കുക. അപ്പം മൈനസ് ആവും. മൈനസ് ആയതിന് ശേഷം നമ്മൾ ആ ക്യാപ്പ് ഒന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ആ നോസിലേക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അന്നേരം പെയർ ആയിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ അവിടെ ഇത് കാണിക്കും. സെയിം തന്നെയാണ് എല്ലാത്തിലും, നമുക്ക് അതേമാതിരി പെയർ ചെയ്യാവുന്നതാണ്. ഇത് പെയർ ചെയ്തതിൻ്റെ നമ്പറാണ്. ഇപ്പോൾ ഫസ്റ്റ് 00 കാണിച്ചു, 01 ആണ് സെക്കൻഡ് വൺ, 02 ആണ് ബാക്കിലത്തെ ലെഫ്റ്റിലെ, 03 ആണ് ബാക്കിലെ റൈറ്റിലെ. അപ്പോൾ ഇങ്ങനെയാണ് സാധനം പെയർ ചെയ്യുന്നത്. അതിന് ശേഷം ഇത് കാണിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഫസ്റ്റ് വൺ നമ്മൾ പെയർ ചെയ്യാൻ കൊടുത്തിട്ട് പെയർ ആയിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം അതിപ്പോൾ പെയർ ആയിട്ടുണ്ട്. പെയർ ആയി കഴിയുമ്പോഴത്തേക്കും അതിൽ ഇത് കാണിക്കും. ഇൻ കേസ് ഇതിൻ്റെ അകത്തും 00 അല്ലെങ്കിൽ മൈനസ് ആണെന്നുണ്ടെങ്കിൽ ഈ പെയറിങ് പ്രൊസീജിയർ ഒന്നും കൂടെ ചെയ്താൽ മതി. ഞാനിപ്പോൾ നമ്മുടെ പമ്പിൽ പോയിട്ട് അടിച്ചത് 33 PSI ആണ്. പക്ഷേ ഇവിടെ 36 35 ഒക്കെ കാണിക്കുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു സെൻസറിൻ്റെ ഒരു ഇതായിരിക്കും. അതേമാതിരി ഈ 40 36 എന്നൊക്കെ കാണിക്കുന്നത് ഓരോ ടയറിൻ്റെയും ചൂടാണ്. ഫ്രണ്ടിലെ 2 ടയറും ഇപ്പോൾ ചൂടായിരിക്കുന്നത് ഒന്ന് 41 ഡിഗ്രി ചൂടാണ്, മറ്റേത് 40 ഡിഗ്രി ചൂടാണ്. റൈറ്റിലെ 40 അങ്ങനെ സംഭവം കാണിക്കുന്നുണ്ട്. ഈ ഇടതുവശത്ത് കാണിക്കുന്ന സൂര്യൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ പാനലിൽ കൂടെ ഈ സാധനം ചാർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. ബാറ്ററി ഇപ്പുറത്ത് ചാർജിങ്ങും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഈ പ്രോഡക്റ്റിൻ്റെ ഗുണവും ദോഷവും ഞാൻ പറഞ്ഞുതരാം. ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, നിങ്ങൾക്ക് തന്നെ ഇത് ഫിറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് വയറിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കേസില്ല, വണ്ടിയിൽ വയർ ചെയ്യേണ്ട കേസില്ല. കാരണം ഈ പ്രോഡക്റ്റിൽ ജസ്റ്റ് സോളാർ പാനലാണ് കയ്യിലെടുത്തുകൊണ്ട് നടക്കാം, വേറെ ഒന്നുമില്ല. മറ്റേതാണെന്നുണ്ടെങ്കിലും നമ്മുടെ സെൻസറുകളാണെന്നുണ്ടെങ്കിലും 4 സെൻസറിൽ ഓരോ ബാറ്ററി വെച്ചുകൊണ്ട് അത് വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻസ്റ്റലേഷന് ഒന്നും വേണ്ട. പിന്നെ ഈ ചൈനീസിൻ്റെ എന്താ പറയുക, ഈ ഓപ്പറേറ്റേഴ്സ് മാനുവൽ മാത്രമാണ് ഒരു ചെറിയ പ്രശ്നമുള്ളത്. വായിച്ച് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ സിമ്പിളാണ്. ഞാൻ എടുത്തേക്കുന്ന മോഡലിൽ അടപ്പിലാണ് സെൻസറുകളുള്ളത്. അപ്പം അത് എന്താ പറ്റുകയെന്ന് വെച്ചാൽ വീൽ ബാലൻസിങ്ങിന് ചെറിയൊരു പ്രശ്നം വരും. അത്യാവശ്യം കനമുണ്ട്, ആ അടപ്പിന് അത്യാവശ്യം കനമുണ്ട്. അപ്പോൾ അത് വീൽ ബാലൻസിങ്ങിന് ചെറിയ പ്രശ്നം വരും. വേറൊരു മോഡലും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ എയർ അടിക്കുന്ന നമ്മുടെ നോസിലുണ്ടല്ലോ, അതായത് ടയറിൽ വരുന്ന ചെറിയ കുറ്റി, ആ കുറ്റിയിൽ തന്നെ വരുന്ന സെൻസറുണ്ട്. അതാവുമ്പോഴത്തേക്കും നമുക്ക് പിടിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ വണ്ടി, അതായത് ടയർ റിപ്പയറിങ് സെൻറ്റർ, അതായത് ടയർ മാറ്റുന്ന സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിടിപ്പിച്ച് തരാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പിന്നെ വീല് ബാലൻസ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ വെയിറ്റും അതിൻ്റെ വെയിറ്റും കൂടെ വെച്ച് കറക്റ്റായിട്ടായിരിക്കും ബാലൻസ് ചെയ്ത് തരുന്നത്. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പം ആ ഒരു ഓപ്ഷനായിരിക്കും ഞാൻ ഇനി ചൂസ് ചെയ്യുമ്പോഴത്തേക്കും മേടിക്കുക. ഇതിപ്പോൾ ജസ്റ്റ് എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ ഗൈസ്, എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു 2500 രൂപയ്ക്കുള്ളിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട്
തീർച്ചയായും ഒരു അടിപൊളി പ്രോഡക്റ്റാണ്. കാര്യം ഇത്രയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടയറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലോങ് ഡ്രൈവ് പോകുന്നവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതേമാതിരി തന്നെ നമ്മുടെ വീട്ടിലെ വുമൺ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കാര്യം എൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു അമ്മ ചോദിച്ചു ഫ്രണ്ടിലെ ടയറിൽ കാറ്റ് കുറവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊക്കെ സംശയം വരുന്ന സമയത്ത് ഈ സംഭവം ഒന്ന് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഓരോ ടയറിൽ എത്ര കാറ്റുണ്ടെന്ന് അറിയാം. അപ്പം വളരെ യൂസ്ഫുൾ ആണ്. 2500 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. ഞാൻ ആ ലിസ്റ്റിങ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാം. അപ്പോൾ ഇത്ര ഉള്ളത്തെ വീഡിയോ. നല്ലൊരു പ്രോഡക്റ്റാണ്. നിങ്ങളെല്ലാവരും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾ മേടിച്ചോളൂ. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക. അതേമാതിരി തന്നെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.